മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗമാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു ലേഖനമാണ് ശ്രീനാരായണ ഗുരു. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പരിശ്രമിച്ച ഒരുപാട് മഹത് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആരൊക്കെയാണ് അവർ? രാജാറാം മോഹൻ റോയ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, ശ്രീനാരായണ ഗുരു, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അയ്യങ്കാളി. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത് വിപ്ലവം സൃഷ്ടിച്ച മഹാത്മാക്കളാണ് ഇവർ. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പരിശ്രമിച്ച മഹത് വ്യക്തികളിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ വേർതിരിവുകൾ നിലനിന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഇടപെടലിലൂടെയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. മനുഷ്യനെന്ന ഒരു ജാതി മാത്രമേയുള്ളൂ എന്ന് കേരളീയരെ പഠിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ചർച്ച ചെയ്ത് അവയ്ക്കുള്ള സമകാലിക പ്രസക്തി വിലയിരുത്തുകയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഈ പാഠഭാഗത്തിലൂടെ. പാഠഭാഗം നോക്കാം. ശ്രീനാരായണ ഗുരു. മതഗ്രന്ഥങ്ങൾക്കെന്ന പോലെ മഹാത്മാക്കളുടെ ജീവിത സന്ദേശങ്ങൾക്കും നിരീക്ഷണ സ്ഥാനഭേദം കൊണ്ട് ഭിന്ന ഭിന്ന വ്യാഖ്യാനങ്ങളുണ്ടാവുക സാധാരണമാണ്. ശ്രീനാരായണ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരാവശ്യമാകുന്നു. മതഗ്രന്ഥങ്ങൾക്കും അതേപോലെ മഹാത്മാക്കളുടെ ജീവിത സന്ദേശങ്ങൾക്കും ഭിന്നമായ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്. ഓരോരുത്തരുടെയും നിരീക്ഷണത്തിനനുസരിച്ച് ഓരോ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ ദേശത്തിനും കാലത്തിനും ഉചിതമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാകുന്നു എന്നാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നത്. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായി തീർന്ന ഒരു കർമ്മ പരിപാടിയാണ് അധകൃത വർഗോദ്ധാരണം. ആധുനിക കാലത്തെ ധർമ്മസ്ഥാപനത്തിനുള്ള മുഖ്യ മാർഗവും അതാകുന്നു. റാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ കർമ്മയോഗികൾ ജീവിച്ചതും പ്രവർത്തിച്ചതും ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. സവർണ മേധാവിത്വവും ജാതി ചിന്തകളും അതേപോലെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു നാടായിരുന്നു നമ്മുടേത്. ആ ഭാരതത്തിൻ്റെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പുത്തൻ ഉണർവ് അല്ലെ, ഒരു പുതിയ ഉണർവിന് വേണ്ടി അപരിത്യാജ്യമായി തീർന്ന കർമ്മ പരിപാടി. അപരിത്യാജ്യം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനാവാത്ത എന്നർത്ഥം അല്ലെ, ഉപേക്ഷിക്കാനാവാത്ത ഒരു പരിപാടിയാണ് അധകൃത വർഗോദ്ധാരണം. അധകൃത വർഗോദ്ധാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അധകൃതർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർ, അവരെ ഉദ്ധരിക്കുക അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു കർമ്മ പരിപാടി ഭാരതത്തിന് ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് റാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ കർമ്മയോഗികൾ. അവർ ജീവിച്ചതും പ്രവർത്തിച്ചതും ഇതിനു വേണ്ടിയായിരുന്നു. ശ്രീനാരായണ ഗുരുവും ഈ മാർഗം തന്നെയാണ് പ്രധാനമായും അവലംബിച്ചത്. അവലംബിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നർത്ഥം. ശ്രീനാരായണ ഗുരുവും ആശ്രയിച്ചത് ഈ മാർഗം തന്നെയായിരുന്നു. അതായത് ഭാരതത്തെ ഒരു പുത്തൻ ഉണർവിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും അത്യാവശ്യമായത് എന്താണെന്ന് പറയുന്നത്? അധകൃതരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, താഴേക്കിടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി പരിശ്രമിച്ച മഹാന്മാരിൽ ഒരാളാണ് ആരും? ശ്രീനാരായണ ഗുരുവും. യോഗിയും അദ്വൈതിയുമായിരുന്ന ഈ മഹാപുരുഷൻ
പല യതിവര്യരും ചെയ്യാറുള്ളതുപോലെ സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവൃത്തിരംഗത്ത് നിന്ന് നിവൃത്തനായില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഭാരതീയ വേദാന്തത്തിൻ്റെ പരമലക്ഷ്യമായ മോക്ഷം വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്ന ഉദാത്തീകൃതമായ ഒരു തരം സ്വാർത്ഥത തന്നെയാകുന്നു. തപശക്തി സംഭരിച്ച എത്രയോ സന്യാസിമാരുടെ കർമ്മശക്തി ഈ സ്വാർത്ഥത മൂലം സമൂഹത്തിന് പ്രയോജനപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവാകട്ടെ തപശ്ചര്യ കൊണ്ട് വികസിച്ച സ്വകീയമായ വ്യക്തിമഹത്വത്തെ സമൂഹോന്നമനത്തിനായി വിനിയോഗിച്ചു. തൻ്റെ യോഗശക്തിയെയും ജ്ഞാനശക്തിയെയും അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കാതെ ലൗകിക തലത്തിലേക്കും പ്രസരിപ്പിച്ചു. ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി. യോഗിയും അദ്വൈതിയുമായിരുന്ന ഈ മഹാപുരുഷൻ, യോഗി എന്ന് പറഞ്ഞാൽ സന്യാസി, അദ്വൈതി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഒന്നായി കാണുന്ന മനുഷ്യൻ, ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാറ്റിനെയും ഒന്നായി കാണുന്ന മനുഷ്യൻ. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? സന്യാസിയായിരുന്നു, അദ്വൈതിയായിരുന്നു. ഇങ്ങനെയുള്ള ഈ മഹാപുരുഷൻ, അതായത് ശ്രീനാരായണ ഗുരു, പല യതിവര്യരും ചെയ്യാറുള്ളതുപോലെ, യതിവര്യർ എന്ന് പറഞ്ഞാൽ സന്യാസി ശ്രേഷ്ഠന്മാർ, പല സന്യാസി ശ്രേഷ്ഠന്മാരും ചെയ്യാറുള്ളതുപോലെ സ്വന്തം മോക്ഷത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? പ്രവൃത്തി രംഗത്ത് നിന്ന് നിവൃത്തനായിട്ടില്ല. നിവൃത്തനാവുക എന്ന് പറഞ്ഞാൽ പിന്മാറുക എന്നർത്ഥം. അതായത് പല സന്യാസിമാരും ചെയ്യുന്നത് പോലെ സ്വന്തം മോക്ഷം ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിച്ച ഒരു ആചാര്യനായിരുന്നില്ല ആര്? ശ്രീനാരായണ ഗുരു. ആശ്രമവും തപസ്സും മാത്രമായി ജീവിച്ചവരായിരുന്നു മറ്റു സന്യാസിമാർ. അതുകൊണ്ട് തന്നെ തപശക്തി സംഭരിച്ച എത്രയോ സന്യാസിമാരുടെ കർമ്മശക്തി, അവരുടെ പ്രവർത്തന മണ്ഡലം ഈ സ്വാർത്ഥത മൂലം സമൂഹത്തിന് പ്രയോജനപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവാകട്ടെ തനിക്ക് തപശക്തിയിലൂടെ ലഭിച്ച സിദ്ധികൾ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വിനിയോഗിച്ചു. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ടു കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. മറ്റു മതാചാര്യന്മാരെ പോലെ ആധ്യാത്മികതയെയും ഭൗതികതയെയും വേർതിരിച്ച് കാണിച്ച് ഭൗതികതയെ നിസ്സാരമാക്കി കാണിക്കാൻ അദ്ദേഹം മുതിർന്നില്ല. രണ്ടും ജീവിതത്തിൻ്റെ അത്യാവശ്യ ഘടകങ്ങളാണെന്നും ഒരുപോലെ പ്രധാനങ്ങളാണെന്നും ഉള്ള തത്വമാണ് ഗുരു ദർശിച്ചത്. തൻ്റെ യോഗശക്തിയെയും ജ്ഞാനശക്തിയെയും അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കാതെ ലൗകിക തലത്തിലേക്കും പ്രസരിപ്പിച്ചു. അതായത് തപസ്സിരുന്ന് സ്വന്തം മോക്ഷം മാത്രം ആഗ്രഹിച്ച് തപസ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാതെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ അദ്ദേഹം എന്ത് ചെയ്തു? സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിച്ചു. അന്ധകാര ജീവിതം നയിച്ചിരുന്ന, അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നർത്ഥം അല്ലേ, ഇരുണ്ട ജീവിതം നയിച്ചിരുന്ന ജനങ്ങൾ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി ശ്രീനാരായണ ഗുരു. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട് കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്തു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കാം. ജ്ഞാനസിദ്ധനും അതേസമയം കർമ്മസിദ്ധനുമായിരുന്നു അദ്ദേഹം. കർമ്മജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക വേദാന്തത്തിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത്. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട് കിടന്ന അധകൃതരെന്ന് വിശേഷിപ്പിച്ച മനുഷ്യരെ അദ്ദേഹം സമുദ്ധരിച്ചു. സമുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവന്നു. ജാതി പിശാചിനെ, അല്ലേ, ജാതി എന്താണ്? ഒരു പിശാചാണ്. ആ ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്ത്, ഉച്ചാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നർത്ഥം. ഇല്ലാതാക്കി കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥൻ. ഏകം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, ഒരേയൊരു ഗുരുനാഥൻ എന്നും ഈ ഋഷ്യവര്യനെ, അല്ലെ, ഈ സന്യാസി ശ്രേഷ്ഠനെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം ജ്ഞാനസിദ്ധനാണ്, അതേസമയം കർമ്മസിദ്ധനും ആയിരുന്നു. ജ്ഞാനസിദ്ധൻ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് വഴി നയിച്ചവൻ. കർമ്മസിദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിലൂടെ വഴി വെളിച്ചമേകുന്നവൻ, അല്ലേ. ഇത് രണ്ടുമായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസവും
അനാചാരവും നിലനിന്നിരുന്ന സമൂഹത്തിൽ ആളുകൾക്ക് അറിവ് നൽകി അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കർമ്മ ജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക വേദാന്തത്തിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത്. കർമ്മം, പ്രവൃത്തിയും അറിവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗിക വേദാന്തം, അതിനാണ് ആര് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്? ശ്രീനാരായണ ഗുരു. എങ്ങനെയാണ് അദ്ദേഹം അറിവിലൂടെ വെളിച്ചം പകർന്നത്? അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ, അത്തരം കൃതികളിലൂടെ അദ്ദേഹം അറിവിൻ്റെ വെളിച്ചം നൽകി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, സാമൂഹിക സമത്വത്തിനു വേണ്ടി സംഘടനകൾ രൂപീകരിച്ചു, ധൂർത്തിനെതിരെ ലാളിത്യത്തിൻ്റെ സന്ദേശങ്ങൾ നൽകി. അങ്ങനെ കാലങ്ങളായി നിലനിന്ന മൂഢമായ ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ ഗുരുവിന് കഴിഞ്ഞു. നാരായണ ഗുരുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം.